ഒരുപാട് പാപങ്ങൾ വലിച്ചുവാരി തലയിൽ വെക്കണ്ട. അങ്ങനെ വിളിച്ചു പോയില്ല, എനിക്ക് ഖേദമുണ്ട്. മമ്മി എന്തായാലും സ്വാമിമാര് പോവാൻ തീരുമാനിച്ചല്ലേ, പൊയ്ക്കോട്ടെ. മമ്മി മമ്മിക്ക് ബോധം വെച്ചു, എന്നിട്ട് നിനക്കൊന്നും അത് ഉണ്ടായില്ലല്ലോ. താങ്ക് യു അമ്മേ. മനസ്സിലേ കടുത്ത ഭക്തിയുടെ പേരിലാണെങ്കിലും ഇതൊക്കെ അനുവദിച്ചല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ ബാലരാമപുരത്ത് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ഒരു സ്വാമി പൂജ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനേ അതിന്റെ ചടങ്ങിന് പൂജാരിമാരെ ക്ഷണിക്കാൻ പോവാ. മുൻകൂട്ടി പറഞ്ഞില്ല എന്നൊരു പരാതി ഇനി ഉണ്ടാവരുത്. ഇത്രയും കാലം ഞാൻ നിഷേധിയായിട്ട് വളരുന്നു എന്നായിരുന്നല്ലോ പരാതി. ഇനി അങ്ങോട്ട് ചില വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാനാണ് എന്റെ തീരുമാനം. ചടങ്ങുകളൊക്കെ നന്നായിട്ട് നടക്കാൻ അനുഗ്രഹിക്കണം. ചടങ്ങുകളൊക്കെ നടക്കട്ടെ. എന്റെ പൊന്നു സ്വാമിയെ ഞാൻ സമ്മതിച്ചു. കൊല്ലാമെന്ന ആളെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചു വിട്ടല്ലോ. അനുഗ്രഹം അതെന്താന്ന് കുറച്ച് കഴിയുമ്പോ അറിയാം. എന്തായാലും തൽക്കാലം പ്രശ്നം അവസാനിച്ചല്ലോ മോളെ. എന്തായാലും നീ സ്വാമി പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും. മമ്മിക്ക് എന്താ പറ്റിയത്? എല്ലാരും കൂടെ കണ്ടപ്പോ അങ്ങ് പേടിയായോ? ഞാൻ പേടിച്ചത് അവരാരുമല്ല, അവൻ തൊഴാൻ പോകുന്ന അറുമുഖൻ സ്വാമിയാണ്. അതിന്റെ കാരണം എന്താന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ജീവിതത്തിൽ സന്തോഷങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ മനസ്സറിഞ്ഞു വിളിച്ചത് ആ സ്വാമിയാ. അതിനുള്ള അനുഗ്രഹവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കുടുംബം ഇന്നും അത് അനുഭവിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ, എനിക്കത് നിഷേധിക്കാൻ പറ്റില്ല, മറ്റാരും നിഷേധിച്ചാലും. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? എത്ര പെട്ടെന്ന് നമ്മുടെ വീട് ഒരു അമ്പലം പോലെ മാറി തുടങ്ങിയത്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഇന്ദ്രജെ? അളിയൻ ഇതുവരെ ശരിക്കുള്ള ഉദ്ദേശം പ്രഖ്യാപിച്ചില്ലല്ലോ. അതുകൂടെ കഴിയുമ്പോ കാണാം.
ഇപ്പൊ നടക്കുന്നത് ഏട്ടന്റെ ഉദ്ദേശമൊന്നുമല്ല, അവളുടെ തീരുമാനങ്ങളാ, നന്ദിനിയുടെ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം രാജു മാലയിട്ടു, ഒട്ടും പ്രതീക്ഷിക്കാതെ ഏട്ടൻ മാലയിട്ടു, അത് കഴിഞ്ഞപ്പോ അവളും. അല്ലാതെ നന്ദിനിക്ക് മലയ്ക്ക് പോണം, അറുമുഖൻ സ്വാമിയെ കാണണമെന്ന് പറഞ്ഞ ആരെങ്കിലും സമ്മതിക്കോ? അപ്പൊ അവള് വളഞ്ഞങ്ങ് മൂക്ക് പിടിച്ചു. അവളുടെ കാര്യം അവള് നടത്തിയെടുത്തു. ശരിയാ. സൂര്യ പിന്നെ അവളുടെ താളത്തിന് തുള്ളുന്നതുകൊണ്ട് അവൾക്ക് കാര്യങ്ങൾ എളുപ്പമല്ലേ. ഇനിയിപ്പോ വേലക്കാരി എന്ന് പറഞ്ഞ ആർക്കെങ്കിലും അവളെ അപമാനിക്കാൻ പറ്റുമോ? തല്ലാൻ പറ്റുമോ?